നമസ്കാരം. എൻ്റെ പേര് ജിഗാസാറ മാത്യു. മലപ്പുറം മൗണ്ട് ബദരി ഹൈസ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ 2 പട്കുടകൾ. ഒരിടത്ത് ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് രാമു എന്നായിരുന്നു. അദ്ദേഹത്തിന് വെള്ളം കോരാൻ 2 പട്കുടകൾ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇദ്ദേഹം 2 മൺകുടങ്ങളിലും വെള്ളം നിറച്ച് വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു. ഒരു ദിവസം ഈ യജമാനൻ വെള്ളം കോരുന്നതിനിടയിൽ ഒരു മൺകുട പൊട്ടി അതിൽ വിള്ളലുണ്ടായി. പിന്നെ അദ്ദേഹം കോരുന്ന പകുതി വെള്ളം ഇതിൽ കൂടെ പാഴായി പോവുകയായിരുന്നു. വീട്ടിലെത്തുമ്പോൾ വെറും അരക്കുട വെള്ളം മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ട് പൊട്ടാത്ത കുട കുട്ടിയെ കുടത്തിനെ കളിയാക്കുമായിരുന്നു. നീ പൊട്ടിയതാണ്, നിന്നെ കൊണ്ട് യജമാനന് ഒരു ഉപകാരവും ഇല്ല. അധികം വൈകാതെ നിന്റെ യജമാനൻ കളയും. എന്നെ കൊണ്ടാണ് യജമാനന് കൂടുതൽ ഉപകാരം. ഇത് കേട്ടപ്പോ കുട്ടിയെ കുടത്തിന് ഒരുപാട് സങ്കടം വന്നു. പക്ഷേ ആ കുട്ടിയെ കുടത്തിനെ യജമാനൻ കളഞ്ഞില്ല. ഒരുപാട് നാളുകൾ അത് ചെന്റെ വെള്ളം കോരുമായിരുന്നു. ഒരു ദിവസം ഈ കുട്ടിയെ കുടം യജമാനോട് ചോദിച്ചു, യജമാനെ, അങ്ങ് കോരുന്ന പകുതി വെള്ളവും ഞാൻ പാഴാക്കി കളയുകയാണ്. അങ്ങനെ കളഞ്ഞിട്ട് ഒരു പുതിയ കുടം വാങ്ങിയാണ്. ഇത് കേട്ട് രാമു പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആര് പറഞ്ഞിരിക്കുന്നതിനെ കൊണ്ട് ഉപയോഗമില്ലെന്ന്? നീ ആ വഴിയിലേക്കൊന്ന് നോക്കിക്കേ. എത്രമാത്രം പൂക്കളും ചെടികളും പച്ചക്കറികളുമാണ് വളർന്നു നിൽക്കുന്നത്. നിന്റെ വിരലിൽ കൂടെ പാഴായി പോകുന്ന വെള്ളം എല്ലാം എന്നിൽ വീടാണ്. ഇതിൽ ഇത്രയും നല്ലതായിരുന്നു. ഇത് കേട്ട് നിന്റെയാണ് എനിക്ക് ഏറ്റവും ഉപകാരമുള്ളത്. ഇത് കേട്ടപ്പോ പുട്ടിയെ കുടത്തിന് ഒരുപാട് സന്തോഷമായി. ഇതെല്ലാം കേട്ട് പുട്ടാത്ത കൂടെ അടിച്ച് കുടിച്ചു. പുട്ടിയെ കുടത്തിനോട് ക്ഷമ ചോദിച്ചു. ഇതിന്റെ ഗുണപാഠമാണ് നാം നമ്മളെക്കാളും കുറവുള്ളവരെ ഒരിക്കലും കളിയാക്കാൻ പാടില്ല. നമുക്കെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവർ ദുഃഖിതരാവാനേ പാടില്ല. എല്ലാ കൃപകളും നന്മയാക്കി തീർക്കാൻ ദൈവത്തിന് സാധിക്കും. നന്ദി.